Hello my dear champions, എല്ലാവർക്കും വേദാന്തുവിന്റെ മലയാളം ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സുസ്വാഗതം. എല്ലാ മക്കൾക്കും a very warm welcome to Vedanthu's മലയാളം ചാനൽ. എല്ലാവരും സൂപ്പർ ഡൂപ്പർ എനർജറ്റിക് ആയിട്ട് ചുറുചുറുക്കോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കാപ്പിയൊക്കെ കുടിച്ച് ബൂസ്റ്റൊക്കെ കുടിച്ച് ഹോർലിക്സ് ഒക്കെ കുടിച്ച് പെന്നും പേപ്പറും എടുത്തോളൂ മക്കളെ, ബിക്കോസ് ടുഡേ വി ആർ ഗോയിങ് ടു ഹാവ് ദ സെക്കൻഡ് സെഷൻ ഓൺ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആണ്. ഞാൻ പറഞ്ഞു ഫണ്ടമെന്റലി ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. ഇതിന്റെ ഒരു വലിയേറ്റം വന്നുണ്ട് തെർമോഡൈനാമിക്സ് ചാപ്റ്റർ. ഓക്കെ, ആ തെർമോഡൈനാമിക്സ് ചാപ്റ്റർ നിങ്ങൾക്ക് പിടിക്കണമെങ്കിൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന്റെ ഉപയോഗം വളരെ അധികമുണ്ട്. ഓക്കെ, സോ ഗെറ്റ് റെഡി ടു റോക്ക് ആൻഡ് റോൾ വിത്ത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ഓക്കെ, പിന്നെ ഞാൻ പറയാനുള്ള വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ മറക്കരുത് മക്കളെ. ഡൗട്ട്സ് എന്തൊക്കെ ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ഇടുക. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എന്തായാലും അത് അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ മക്കളെ, പിന്നെ നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും, ഞാനത് എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും റിലേറ്റഡ് ടു യുവർ പ്രിപ്പറേഷൻ ജേർണി, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും പ്ലീസ് ഡു കമന്റ് ബിലോ. എന്നാലേ ഞങ്ങൾ അറിയുള്ളൂ. കാര്യം നമ്മളൊരു ഫാമിലി അല്ലേ, കരയണ കൊച്ചിനെ പാലുള്ളൂ അല്ല. അപ്പൊ നിങ്ങൾ അറിയിക്കണം ഞങ്ങളെ. ഓക്കെ, ബിക്കോസ് വി ആർ ഫാമിലി, വി ain't ഫ്രണ്ട്സ് അല്ലേ, അതൊരു സിനിമ ഡയലോഗാണ്. എനിവേ, അപ്പോൾ പുതിയ മക്കൾക്ക് വേണ്ടിയിട്ട്, ഇത് കാണുന്ന കുറച്ച് പേരെങ്കിലും പുതിയതായിരിക്കും എനിക്കറിയാം. എല്ലാ വീഡിയോസിലും പുതിയ മക്കൾ കൂടുന്നു നമ്മുടെ വീഡിയോസ് കാണാനായിട്ട്. ആൻഡ് വി ആർ വെരി ഹാപ്പി. അതിനർത്ഥം നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ്. സോ വി ആർ എക്സ്ട്രീംലി ഹാപ്പി ഫോർ ദാറ്റ്. ഈ പുതിയ മക്കൾക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം മക്കളെ. എൻ്റെ പേര് സുദർശൻ, വേദാന്തുലി കെമിസ്ട്രി മാസ്റ്റർ ടീച്ചറാണ്. പഠിച്ചതൊക്കെ സ്കൂളിംഗ് ഒക്കെ നാട്ടിലായിരുന്നു, കൊച്ചി, ആലുവ. പഠിച്ചതൊക്കെ ബിറ്റ്സ് പിലാനി, ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കോളേജ്. ഓക്കെ, ബിറ്റ്സ് പിലാനി. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, കോളേജസിനെ കുറിച്ചും ഇന്ത്യയിലെ ഏറ്റവും നല്ല കോളേജസിനെ കുറിച്ചുള്ള എൻ്റെ സെഷൻസ് വരാൻ പോകുന്നുണ്ട്. അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവർ ദയവ് ഇത് കമന്റ് ചെയ്യുക. ഓക്കെ, ബിക്കോസ് ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. എങ്ങനെയായിരിക്കും ഇന്ത്യയിലെ തന്നെ ഒരു നമ്പർ 1 കോളേജിൽ പഠിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നറിയാനായിട്ട് ആഗ്രഹമുള്ളവർ ദയവ് ഇത് കമന്റ് ചെയ്യുക. ബിക്കോസ് ഐ വിൽ ബി ഹോൾഡിംഗ് എ സെഷൻ ഓൺ ദാറ്റ്. പേടിക്കണ്ട, ഈ അടുത്തിടയ്ക്ക് തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോ എല്ലാ പുതിയ മക്കൾക്കും, ഇത് കാണുന്ന എല്ലാ പുതിയ മക്കളോടും എനിക്കൊരു കാര്യം പറയാനുള്ളത്, സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന്റെ ഫസ്റ്റ് സെഷൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞിരുന്നു. സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന്റെ ഫസ്റ്റ് സെഷൻ നമ്മൾ ഓൾറെഡി എടുത്തിരുന്നു. അത് ദയവായി കാണുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള 2 ലോസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞു, ഗ്യാസ് ലോസ്. അപ്പൊ ദയവ് ചെയ്ത് അത് കാണുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ ഇനി വർത്താനം പറഞ്ഞ് കളയാൻ സമയമില്ല. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ടുഡേസ് സെഷൻ. വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷനാണ് ഇന്ന്. നമുക്ക് ഗ്യാസസിനെ കുറിച്ച് കൂടുതൽ പഠിക്കണ്ടേ മക്കളെ? അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ ഈ 3 കാര്യങ്ങൾ ചെയ്യുക. ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക. തമ്മിലടിക്കാൻ പാടില്ല. ഞാൻ എപ്പോഴും പറയണ പോലെ വി ആർ എ ഫാമിലി. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റില്ല, നമ്മൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റില്ല. സോ പ്ലീസ് ഡു സപ്പോർട്ട്. കേരളക്കര മൊത്തം എത്താനുള്ള ശ്രമത്തിലാണ് നമ്മളെല്ലാവരും. ഓക്കെ, കാര്യം ഇത് എല്ലാ 11th 12th പഠിക്കണം, എല്ലാ നീറ്റ് എഴുതാൻ പോണ എല്ലാ മക്കൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് അത് എല്ലായിടത്തും എത്തണം എന്നുള്ളത്. കാര്യം ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ടീച്ചേഴ്സിനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിട്ടുള്ള ഈ ചാനൽ ഷുഡ് റീച്ച് ദി എൻറ്റയർ സ്റ്റേറ്റ് അല്ലേ. എല്ലാ മലയാളികളും എല്ലാ 11th 12th പഠിക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എത്തണം. ഓക്കെ, അപ്പം അതിനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ആവശ്യമുണ്ട് മക്കളെ. സോ പ്ലീസ് ഡു സപ്പോർട്ടേഴ്സ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. നമുക്കൊരു ചെറിയ റീക്യാപ്പിലൂടെ തുടങ്ങാം മക്കളെ. നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന്റെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞിരുന്നു. ഫസ്റ്റ് സെഷനിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്ത മക്കളെ? ഫസ്റ്റ് സെഷനിൽ നമുക്ക് 2 ലോ നമ്മൾ പഠിച്ചിരുന്നു. ഓർമ്മയുണ്ടോ മക്കളെ? ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഫസ്റ്റ് 2 ഗ്യാസ് ലോസ് പഠിച്ചിരുന്നു. അതിൽ ഫസ്റ്റ് ലോ എന്താണ് മക്കളെ? വാട്ട് ഇസ് ദ ഫസ്റ്റ് ലോ? നമ്മൾ പഠിച്ച ഫസ്റ്റ് ലോ എന്താണ് മക്കളെ? നിങ്ങളൊന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കൂ. നമ്മൾ പഠിച്ച ഫസ്റ്റ് ലോ ആണ് ബോയിൽസ് ലോ അല്ലേ? ബോയിൽസ് ലോ നമ്മൾ പഠിച്ച ഫസ്റ്റ് ലോ ആണ് ബോയിൽസ് ലോ. ബോയിൽസ് ലോ എന്ത് പറയുന്നു മക്കളെ? ബോയിൽസ് ലോ സേസ് ദാറ്റ് at constant temperature and number of moles,
Pressure of a gas is inversely proportional to its volume. Pressure of a gas is inversely proportional to its volume. നമ്മൾ ഇത് കോൺസ്റ്റന്റ് വെച്ച് ചെയ്യുമ്പോൾ it becomes P is equal to a constant by V. Or else we can say that PV is equal to a constant. PV is equal to a constant. എപ്പോഴും അല്ല, നിങ്ങൾക്ക് തോന്നിയ സമയത്തല്ല, only in the given condition. എന്താണ് given condition? At constant temperature and number of moles, pressure is inversely proportional to volume. നമ്മൾ ഇത് ഓൾറെഡി കഴിഞ്ഞതാണ്. അതിനർത്ഥം PV is equal to K, or else we can write P1 V1 is equal to P2 V2. P1 V1 is equal to P2 V2. ഇതിന്റെ കുറച്ച് ഗ്രാഫുകളും നമ്മൾ കണ്ടിരുന്നു മക്കളെ, അല്ലേ? ഞാൻ പറഞ്ഞ ഗ്രാഫുകൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചെറിയൊരു സർപ്രൈസ് വെയിറ്റിംഗ് ആണെന്ന്. ഇന്ന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ചെറിയൊരു സർപ്രൈസ് വരും. ഞാൻ പറഞ്ഞില്ലേ, 3-4 ടെമ്പറേച്ചറിൽ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ആ ടെമ്പറേച്ചേഴ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ഞാൻ ഇന്ന് പറയുമെന്ന്. അപ്പൊ അതും കൂടി നമ്മൾ ഇന്ന് കണ്ടെത്തും, ആ സർപ്രൈസ് എന്താണെന്നുള്ളത്. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള ബോയിൽസ് ലോ. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോൾസ്, പ്രഷർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോള്യൂം. ഓക്കെ മക്കളെ? ഇനി അടുത്തത് എന്താണ് മക്കളെ? അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്ത നമ്മൾ പഠിച്ചത് എന്താ? ചാൾസ് ലോ. ചാൾസ് ലോ എന്ത് പറയുന്നു? ചാൾസ് ലോ സുഖമായിട്ടിരിക്കണം സാറേ, അതെ. ചാൾസ് ലോ സേസ് ദാറ്റ്, എല്ലാവരും നോക്കൂ, ചാൾസ് ലോ എന്താണ് ചാൾസ് ലോ പറയുന്നത്? ഇത് നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ചാൾസ് ലോ സേസ് ദാറ്റ് at constant pressure and number of moles, 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 volume of a gas is directly proportional to temperature of a gas. Volume of a gas is directly proportional to temperature of a gas. ഒരൊറ്റൊരു കാര്യമേ ഉള്ളൂ, this temperature should be in Kelvin. This is temperature in Kelvin, my dear students. This is temperature in Kelvin. ആ ഒരൊറ്റൊരു കാര്യം മറക്കരുത്. This is temperature in Kelvin. Okay, ആ ഒരൊറ്റൊരു കാര്യം മറക്കരുത്. This is temperature in Kelvin. Okay, fine. അപ്പൊ നമുക്ക് ഇത് കോൺസ്റ്റന്റ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ, കോൺസ്റ്റന്റും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ V is equal to KT എന്ന് കിട്ടും. ഓക്കെ, ഈ കെ അല്ല ആ കെ അല്ല ഈ കെ. ബോയിൽസ് ലോയിലെ കെയും ഈ കെയും ഡിഫറെന്റ് ആണ്. അത് എന്താണെന്നുള്ളത് നമ്മൾ ഇന്ന് കണ്ടെത്തും. സോ വി ക്യാൻ ഓൾസോ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. V1 by T1 is equal to V2 by T2. അല്ലേ? Why? എന്തുകൊണ്ടാ? V by T is a constant. V by T is equal to K. It's a constant. So V1 by T1 is equal to V2 by T2. ഇതാണ് ചാൾസ് ലോ. Understand the temperature should be in Kelvin. Got it? ഇനി ഞാൻ വേറൊരു സൂത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം. ചാൾസ് ലോ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടെത്തി, അതായത് at constant pressure and number of moles, volume is directly proportional to temperature in Kelvin. അല്ലെങ്കിൽ absolute temperature എന്ന് പറയാം. absolute temperature എന്ന് വെച്ചാൽ temperature in Kelvin. ഇനി ഞാൻ വേറൊരു സൂത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവരും നോക്കുക, ചാൾസ് ലോ ആയിട്ട് അനുബന്ധിച്ച്. ഓക്കെ, റിലേറ്റഡ് ടു ചാൾസ് ലോ. എല്ലാവരും നോക്കുക മക്കളെ. We know that എല്ലാവരും നോക്കുക മക്കളെ. We know that at constant pressure and number of moles, എല്ലാവരും നോക്കുക മക്കളെ. V1 by V2 by V2 is equal to T1 by T2. ഈ ടെമ്പറേച്ചേഴ്സ് കെൽവിനിലാണ്, അല്ല മക്കളെ? ഇത് ഞാൻ തിരിച്ചെഴുതാന്ന് വരിക. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെയും എഴുതാം. V2 by V1 is equal to T2 by T1.
is equal to T2 by T1. അല്ലേ മക്കളെ? അല്ലേ മക്കളെ? ഇനി ഞാൻ എല്ലാവരും നോക്കുക. Let us say that T1, initial temperature, let us say that T1 is equal to 0 degrees Celsius. Let us say that T1 is equal to 0 degrees Celsius. 0 degrees Celsius nu vechanda, we can say that it is 273 Kelvin. 273.15 ആണ്. 273.15 ആണ്. എന്നാലും 273 Kelvin ഇടാം. T2 എന്നുള്ളത് ഞാൻ ഇടാൻ പോകുന്നു. T2 is nothing but 0 plus T degree Celsius. 0 plus T degree Celsius. Okay. ആ T എന്തും ആയിക്കോട്ടെ. ചിലപ്പോൾ T1 ആവാം, T2 ആവാം, T3 ആവാം. Okay. We can also write it as 273 plus T Kelvin. 273 plus T Kelvin. അല്ലേ? ഉറപ്പ് അല്ലേ? ഇപ്പൊ ഞാൻ വെറുതെ പറയാണ്. ഇപ്പൊ 0 plus 1 എന്ന് വെച്ചാൽ എന്താ? 1 degree Celsius. 1 degree Celsius എന്ന് വെച്ചാൽ എന്താ? 273 plus 1 that is equal to 274 Kelvin. Okay, 274 Kelvin. അല്ലേ മക്കളെ? അല്ലേ മക്കളെ? മനസ്സിലായോ മക്കളെ? 0 plus 1 degree 0 plus 1 is equal to 1 degree Celsius. That is equal to 273 plus 1 that is equal to 274 Kelvin. അല്ലേ? ഇപ്പൊ 0 plus 2 എടുക്കുകയാണ്. 0 plus 2 is equal to 2 degree Celsius. That is equal to 273 plus 2 that is equal to 275 Kelvin. 2 degree Celsius is 275 Kelvin. Okay. So understand that 0 plus T degree Celsius നമുക്ക് 233 അല്ല, I'm sorry, 233 അല്ല മക്കളെ, 273 plus T Kelvin. Got it? So always understand 0 plus T degree Celsius is nothing but 273 plus T Kelvin. അതങ്ങനെ എഴുതാം, മറക്കരുത്. So everyone look, നിങ്ങൾ വിചാരിക്കും സാർ ഈ കബഡിയൊക്കെ എന്തിനാ കളിക്കണത്? സാർ ഈ കബഡിയൊക്കെ കളിക്കണത്? സാർ എങ്ങോട്ടാ പോണേന്ന് പറഞ്ഞാൽ നമ്മളും വരില്ലേ? വെയിറ്റ് ചെയ്യൂ, ഞാൻ പറഞ്ഞുതരാം. സോ എല്ലാവരും നോക്കുക. നമ്മളിനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, അപ്പൊ ഈ V2നെ നമ്മൾ V2 തന്നെ ഇടണം. ഓക്കെ, V2 ഡിവൈഡഡ് ബൈ V1നെ നമ്മൾ V0 എന്നിടുന്നു. V0 denotes to volume at 0 degree Celsius. ഓക്കെ, ഈ V1നെ ഞാൻ V0 എന്നിടുന്നു. V0 denotes to volume at 0 degree Celsius. അത്രേ ഉള്ളൂ. That is equal to temperature T2 എത്രയാ മക്കളെ? T2 എത്രയാ? 273 plus T. T2 is 273 plus T. And T1 എത്രയാ മക്കളെ? T1 is how much? 273. അപ്പൊ ഇത് എത്രയായി മക്കളെ? This can be written as 273 by 273 1 plus T by 273 1 plus T by 273, which can also be written as, ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും V2 is equal to V0 plus V0 into T by 273. Got it? Is that clear? ഇത് ഇങ്ങനെയും എഴുതാം. സോ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടി. അവര് വോളിയം അറ്റ് 0 degree Celsius തന്നിട്ടുണ്ട്. പിന്നെ അവർ തന്നക്കണം എന്താന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഒരു 10 degree Celsius ആയിട്ട് കൂട്ടി. ഇനീഷ്യൽ വോളിയം 0 degree Celsius ആണ്, ടെമ്പറേച്ചർ 10 degree Celsius ആയിട്ട് കൂട്ടി. അപ്പൊ ടി വാല്യൂ എത്രയാണ്? ടി വാല്യൂ വിൽ ബി 10. അതിവിടെ ഡയറക്റ്റ് ആയിട്ട് ഇട്ടാൽ നിങ്ങൾക്ക് സെക്കൻഡ് വോളിയം കിട്ടും. ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് ടെമ്പറേച്ചറും കെൽവിനിലാക്കി കൺവേർട്ട് ചെയ്ത് അങ്ങനെയും ചെയ്യാം. പക്ഷെ ഇതുകൊണ്ട് എനിക്ക് വേറൊരു ഡെഫിനിഷൻ നിങ്ങൾക്ക് തരാനുണ്ട്. ചാൾസ് ലോയുടെ തന്നെ വേറൊരു ഡെഫിനിഷൻ ഇവിടേക്ക് വരും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ, എല്ലാവരും നോക്കുക. അപ്പോ എല്ലാവരും നോക്കുക മക്കളെ. if T is equal to 1, V2 becomes V0 plus V0 into 1 by 273. അതിനർത്ഥം എന്താണ് മക്കളെ? It says that at constant pressure and number of moles,
ഇതാണ് അടിത്തട്ട്. At constant pressure and number of moles, the volume of a gas increases by V naught by 273 from its initial volume at 0 degrees Celsius for every rise in temperature by 1 degree Celsius. അപ്പോൾ നിങ്ങൾ വിളിക്കും സാർ എന്തൊക്കെയാണ് പറയണത് സാറേ? ഞാനിവിടെ എഴുതി കാണിച്ചു തരാം മക്കളെ. ഇതിൻ്റെ അർത്ഥം എന്താണ്? At constant pressure and number of moles, volume of a gas increases or decreases by a factor of 1 by 273 of its volume at 0 degrees Celsius for every rise or fall of temperature by 1 degree Celsius. At constant pressure and number of moles, volume of a gas increases, arrow increases or decreases by a factor of 1 by 273 of its volume at 0 degrees Celsius for every rise and fall of temperature by 1 degree Celsius. അതായത് 0 degree Celsiusലാണ് ഗ്യാസ് ഇരിക്കണേ എന്ന് വിചാരിക്കുക. ഇനീഷ്യൽ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ വോളിയം എത്രയാണ്? V naught. ഓക്കെ, ഇനി ഞാൻ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടുകയാണെങ്കിൽ ഈ വോളിയം, പുതിയ വോളിയം എത്രയായി? V naught plus V naught by 273. ഓക്കെ, അതാണ് V of a gas. വോളിയം ഓഫ് എ ഗ്യാസ് increases or decreases ഞാൻ പറഞ്ഞുതരാം, by a factor of 1 by 273 of its volume at 0 degrees Celsius for every rise or fall of temperature by 1 degree Celsius. Got it? അപ്പൊ ഡിക്രീസ് എപ്പോഴാണ്? നിങ്ങൾ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കുറയ്ക്കുകയാണെങ്കിൽ ഇവിടെ വരും V2 = V naught minus V0 by 273. Got it, my dear students? Got it? Volume of a gas increases or decreases by a factor of 1 by 273 of its volume at 0 degrees Celsius for every rise or fall of temperature by 1 degree Celsius. എല്ലാ 1 degree Celsius കൂട്ടുമ്പോഴും വോളിയം V naught by 273 ആയിട്ട് കൂടും. എല്ലാ 1 ഡിഗ്രി സെൽഷ്യസ് കുറയ്ക്കുമ്പോഴും വോളിയം V naught by 273 ആയിട്ട് കുറയും. ഓക്കെ, ഫൈൻ മൈ ഡിയർ സ്റ്റുഡൻസ്. ഇത് ആക്ച്വലി ചാൾസ് ലോയുടെ വേറൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഞാൻ ഡിറൈവ് ചെയ്തേ ഉള്ളൂ. യൂഷ്വലി 99.99% ഓഫ് യുവർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വെറുതെ ഈ ഫോമിൽ അപ്ലൈ ചെയ്താൽ കിട്ടും. ഇവിടെ നിങ്ങൾക്ക് ടെമ്പറേച്ചർ കെൽവിനിലാണ്. ഞാൻ ഈ ചാൾസ് ലോയുടെ വേറൊരു സ്റ്റേറ്റ്മെന്റ് തരാൻ വേണ്ടിയിട്ടാണ് ഈ കബഡി എല്ലാം കളിച്ചത്. Got it? Is that clear, my dear students? അപ്പോൾ ഓർത്തിരിക്കുക, this is another statement of Charles' law. ഒരു ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് ഡിറൈവ് ചെയ്തത്. ഞാനിവിടെ ഡിക്രീസിന്റെ കാര്യം ഇവിടെ ഇക്വേഷനിൽ കൊടുത്തിട്ടില്ല. അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇതേ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ആണ്, ബട്ട് ഇഫ് ഇറ്റ് ഇസ് ഡിക്രീസിങ് ഈ പ്ലസിന് പകരം ഇവിടെ മൈനസ് ആയിരിക്കും വരും, അത്രേ ഉള്ളൂ. അതിനർത്ഥം എന്താ? 1 ഡിഗ്രി സെൽഷ്യസ് കുറയ്ക്കുകയാണെങ്കിൽ volume will decrease by a factor of V naught by 273. Volume will decrease by a factor of V naught by 273. അത്രേ ഉള്ളൂ മക്കളെ. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിൽ കാണുക. ഓക്കെ, ഇഫ് അറ്റ് ഓൾ ഇതിനോടനുബന്ധിച്ച് തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് വന്നാൽ ഇതും ചെയ്യാം. അതുകൊണ്ടാണ് ഞാനിത് ഡിറൈവ് ചെയ്തത്. ഓക്കെ, so now let's move on to the next gas law, which is Gay-Lussac's law. The മൂന്നാമത്തെ law, which is Gay-Lussac's law. വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, വളരെയധികം രസകരമാണ്. Gay-Lussac's law is a relationship between pressure and temperature. എന്താണ് പറയുന്നത്? At constant volume,
Pressure of a fixed amount of a gas varies directly with the temperature. Pressure of a fixed amount of a gas varies directly with temperature. ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുന്നത്? വോള്യൂം കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുന്നു. ഓക്കെ, ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ്, അതായത് നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുന്നു. അതായത് വോള്യൂം നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റന്റ് ആവുമ്പോൾ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. എപ്പോ? അറ്റ് കോൺസ്റ്റന്റ് വോള്യൂം ആൻഡ് നമ്പർ ഓഫ് മോൾസ്. ലോജിക്കലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കണ്ടെയ്നർ എടുക്കുകയാണ്. ഒരു കണ്ടെയ്നർ എടുത്തിട്ട് അതിന്റെ ഒരു ഇമ്മൂവബിൾ പിസ്റ്റൺ, അതായത് ഇവിടെ നമ്മൾ അടച്ചു വെക്കുന്നു. ഇറ്റ് ഇസ് നോട്ട് എ മൂവബിൾ പിസ്റ്റൺ. അവിടെ നമ്മൾ അടച്ചു വെക്കുന്നു. അതിന് മേളിലോട്ടോ താഴ്ത്തോട്ടോ പോകാൻ പറ്റില്ല. അതായത് വോള്യൂം നമ്മൾ ഫിക്സഡ് ആയിട്ട് വെക്കുന്നു. അതിനെ നമുക്ക് മേളിലോട്ടോ താഴ്ത്തോട്ടോ, ഗ്യാസിനെ എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കില്ല, ഗ്യാസിന് കംപ്രസ് ചെയ്യാനും സാധിക്കില്ല. ഗ്യാസ് അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഈ വോള്യത്തില്. വോള്യൂം ഇസ് നോട്ട് ഗോയിങ് ടു ചേഞ്ച്. അതാണ് കോൺസ്റ്റന്റ് വോള്യൂം. ഇനി നമ്മൾ ഹീറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ പാർട്ടിക്കിൾസ് എല്ലാം എനർജി നേടും. ദേ വിൽ ഓൾ ഗെയിൻ എനർജി. ഹീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ കുസൃതി കൂടും. കുസൃതി കൂടുമ്പോൾ അവരുടെ ഓട്ടം കൂടും. ഓട്ടം കൂടുമ്പോൾ അവര് വാൾസിൽ ഇടിക്കണത് കൂടും. അല്ലെ? വാൾസിൽ ഇടിക്കണത് കൂടുമ്പോൾ എന്ത് പറ്റും? പ്രഷർ സ്വാഭാവികമായിട്ട് കൂടും. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? അതായത് നമ്മളിപ്പോ ഒരു ഇഫ് യു ടേക്ക് എ കണ്ടെയ്നർ, ഓക്കെ, ഇഫ് യു ടേക്ക് എ കണ്ടെയ്നർ, അതായത് എക്സ്പാൻഡ് ചെയ്യാനോ കംപ്രസ് ചെയ്യാനോ പറ്റാത്ത ഒരു കണ്ടെയ്നർ, അതിനുള്ളിൽ കുറച്ച് ഗ്യാസ് വെക്കുകയാണ്. ഓക്കെ, ആൻഡ് ദെൻ ഇഫ് യു ആർ ഹീറ്റിംഗ്, എന്ത് പറ്റും? ഈ കണ്ടെയ്നറിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ മോളിക്യൂൾസ് എല്ലാം ഈ എനർജി കൂടുമ്പോൾ ഇത് കിടന്ന് തട്ടാൻ തുടങ്ങും. കണ്ടെയ്നർ എക്സ്പാൻഡ് ചെയ്യാനുള്ള, കണ്ടെയ്നർ ഇസ് നോട്ട് ഫ്ലെക്സിബിൾ, ഇറ്റ്സ് നോട്ട് എക്സ്പാൻഡബിൾ. അപ്പൊ ഇത് കിടന്ന് തട്ടി നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ പ്രഷറും കൂടും. എക്സ്പാൻഷൻ നടക്കുകയാണെങ്കിൽ പ്രഷർ അതേപോലെ കുറയും. നമുക്കറിയാം, എക്സ്പാൻഷൻ നടക്കുകയാണെങ്കിൽ എന്ത് പറ്റും? പ്രഷർ അതേപോലെ കുറയും. പക്ഷെ എക്സ്പാൻഷൻ നടക്കുന്നില്ല. അപ്പൊ പ്രഷർ ഇങ്ങനെ കൂടി there is a chance that it might burst. ഓക്കെ, ഇപ്പൊ ഈ വണ്ടികളുടെ ടയറിന്റെ കാര്യമൊക്കെ പറയാണ്. ഫുള്ളായിട്ട് നമ്മൾ ടയർ നിറച്ചു വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ ടെമ്പറേച്ചർ, ഇഫ് ദ ടെമ്പറേച്ചർ ഇറ്റ് ഗെറ്റ്സ് ഹീറ്റഡ് എ ലോട്ട്, എന്ത് പറ്റുന്ന വെച്ചാൽ ഈ പ്രഷർ കാരണം there is a chance that the tire might burst. കാരണം ഈ ടയറിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. ഓൾറെഡി നിറഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് ടെമ്പറേച്ചർ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ the tire might burst. കാരണം പ്രഷർ കൂടി പിന്നെ പൊട്ടും. കാരണം അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണല്ല. അത് മാക്സിമത്തിൽ നിൽക്കുകയാണ്. എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ അത്രയും പ്രഷർ കുറയും. പക്ഷെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണല്ല. ടെമ്പറേച്ചർ കൂടുന്നു, പ്രഷർ കൂടുന്നു, പിന്നെ തട്ടി അത് പൊട്ടും. ഗോട്ട് ഇറ്റ്? അപ്പൊ ഇതിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വളരെ സിമ്പിൾ ആണ്. പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. എപ്പോ? പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. എപ്പോ? അറ്റ് കോൺസ്റ്റന്റ് വോള്യൂം ആൻഡ് നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എടുക്കാണ്. P is equal to KT. Got it? P is equal to KT. At constant volume മാത്രമല്ല, and number of moles ഉണ്ട്. Okay, and number of moles ഉണ്ട്. We can write that P by T is equal to K. Or else we can also write P1 by T1 is equal to P2 by T2. അല്ല, P by T is equal to constant, or else we can write P1 by T1 is equal to P2 by T2. ഈ കെ അല്ല ചാൾസ് ലോയുടെ കെ അല്ല ബോയ്ൽസ് ലോയുടെ കെ. മൂന്ന് കോൺസ്റ്റന്റും ഡിഫറെന്റ് ആണ്. എന്താണെന്നുള്ളത് നമുക്ക് കണ്ടെത്താം. ഓക്കെ, സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് വാട്ട് ഗേ-ലുസാക്സ് ലോ സേസ്. ഇനി നമുക്ക് ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നോക്കാം മക്കളെ. ഇതിന്റെ ഗ്രാഫ് എങ്ങനെ ഇരിക്കും? ചെയറിലിരിക്കും സാറ് അല്ലെ? ഇതിന്റെ ഗ്രാഫ് എങ്ങനെ ഇരിക്കും മക്കളെ? നമ്മളിപ്പോ പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ടെമ്പറേച്ചർ ഇസ് ഇൻ കെൽവിൻ. അത് മറക്കരുത്. we will get a graph like this. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. എന്തുകൊണ്ടാണ് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടുന്നത്? why would you get a straight line graph? കാര്യം നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് we can compare it with y is equal to mx. y pressure, x temperature, slope k. Got it?
ഇതേ ഗ്രാഫ് തന്നെ നമ്മൾ ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് എടുക്കുകയാണ്. നമ്മൾ ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ, എല്ലാവരും നോക്കുക, ഇത് നമ്മൾ ചാൾസ് ലോയിലും കണ്ടതാണ്. ഇത് നമ്മൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ടച്ച് ദി എക്സ് ആക്സിസ്. ഓക്കെ മക്കളെ, എവിടെ ടച്ച് ചെയ്യും? at minus 273.15. കാര്യം minus 273.15 ഡിഗ്രി സെൽഷ്യസ് ആണ് 0 കെൽവിൻ. ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എവിടെ എത്തണം മക്കളെ? ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ 0 കെൽവിൻ. ദിസ് ഇസ് 0 കെൽവിൻ. അതേ 0 കെൽവിൻ നമ്മൾ എക്സ് ആക്സിസ് ഡിഗ്രി സെൽഷ്യസിൽ റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ minus 273.15 ഡിഗ്രി സെൽഷ്യസിലാണ് എത്തുന്നത്. Got it? Fine. ഇത് തന്നെ നമുക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇഫ് യു വാണ്ട് വി ക്യാൻ റൈറ്റ്. ഈ കെൽവിനെ നമുക്ക് എല്ലാവരും നോക്കുക, ഇത് മാത്തമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ കെൽവിൻ ടെമ്പറേച്ചർ നമ്മൾ ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് ആണ് എടുക്കണമെങ്കിൽ ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 എന്ന് കിട്ടും. 273.15 അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു K into T degree Celsius plus K into 273.15. Okay, and this if you compare it with mx plus c, നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഒരു y ഇന്റർസെപ്റ്റ് വരുന്നുണ്ട്. ഈ c എന്നുള്ളത് ഒരു y ഇന്റർസെപ്റ്റ് ആണ്. ആ y ഇന്റർസെപ്റ്റ് ആണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ പ്രഷറും ടെമ്പറേച്ചറും ഡിഗ്രി സെൽഷ്യസും പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു y ഇന്റർസെപ്റ്റ് കാണും. പ്രഷറും ടെമ്പറേച്ചറും കെൽവിനും പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് y ഇന്റർസെപ്റ്റ് ഉണ്ടാവില്ല. y ഇന്റർസെപ്റ്റ് വിൽ ബി 0. ഗോട്ട് ഇറ്റ്? ലോജിക്കലി ആലോചിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും മക്കളെ. ലോജിക്കലി ആലോചിച്ചാലും മനസ്സിലാവും. സോ ദാറ്റ് ഈസ് വാട്ട് ഗേലുസാക്ക് ലോ ഇസ്. ഇനി നിങ്ങൾക്ക് എല്ലാവരും നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നോട്ട് ചെയ്യുക മക്കളെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നോട്ട് ചെയ്യുക, കമന്റ് ബോക്സിൽ ഇടുക. ഇനി നമുക്ക് ദിവനെ നോക്കാം. ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. This graph over here is called as an isochore. This graph over here is called as an isochore. എന്തുകൊണ്ടാ isochore എന്ന് വെച്ചാൽ നമ്മൾ കോൺസ്റ്റന്റ് വോള്യത്തിലാണ് നമ്മൾ ഇത് പ്ലോട്ട് ചെയ്യണത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും സാറേ അപ്പൊ ബോയിൽസ് ലോ എന്താണ്? ബോയിൽസ് ലോ ഇസ് ബേസിക്കലി ഐസോതേം. നമ്മൾ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് ഇത് പ്ലോട്ട് ചെയ്യുന്നത്. ചാൾസ് ലോ എന്താണ്? ഐസോ ബാർ ആയിരിക്കും. കോൺസ്റ്റന്റ് പ്രഷറിലാണ് പ്ലോട്ട് ചെയ്യുന്നത്. നമ്മൾ എന്തായാലും ഇത് ഒന്നും കൂടി റീവിസിറ്റ് ചെയ്യും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഇനി നിങ്ങൾ ഇത് നോക്കൂ. ലുക്ക് അറ്റ് ദിസ് ഗ്രാഫ് ഓവർ ഹിയർ. പ്രഷറും ടെമ്പറേച്ചറും പ്ലോട്ട് ചെയ്യാണ് ഡിഫറെന്റ് വോള്യത്തിൽ. V1 വോള്യത്തിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും, ദാറ്റ് ഈസ് വൺ ഐസോകോർ. V2 വോള്യത്തിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും, ദാറ്റ് ഈസ് അനദർ ഐസോകോർ. V3 വോള്യത്തിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും, ദാറ്റ് ഈസ് അനദർ ഐസോകോർ. V4 വോള്യത്തിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും, ദാറ്റ് ഈസ് അനദർ ഐസോകോർ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരികയാണ് വിത്തൗട്ട് ദ റിസൾട്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അവർ ചോദിക്കുകയാണ് V1, V2, V3, V4 അറേഞ്ച് ദം ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓർ ഡിക്രീസിംഗ് ഓർഡർ. അതിന്റെ ആൻസർ ഇതായിരിക്കും. V1 ലെസർ ദാൻ V2 ലെസർ ദാൻ V3 ലെസർ ദാൻ V4. എന്തുകൊണ്ടാണ് മക്കളെ? സസ്പെൻസ് ആണ്. ഞാൻ ഇന്ന് തന്നെ പറഞ്ഞുതരാം. ഡോണ്ട് വറി. അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈച്ച് ഗ്രാഫ് ഇസ് എൻ ഐസോകോർ. V1 എന്ന കോൺസ്റ്റന്റ് വോള്യത്തിൽ നമ്മൾ പ്ലോട്ട് ചെയ്തു, അതാണ് ഈ ഐസോകോർ. V2 എന്ന കോൺസ്റ്റന്റ് വോള്യത്തിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ ഈ ഐസോകോർ. V1 ഉം V2 ഉം V3 ഉം V4 ഉം തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇതാണ്. എങ്ങനെ മനസ്സിലായി സാറേ? അത് ഞാൻ പറഞ്ഞുതരാം. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഇന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. Let's get into the next law, which is called as Avogadro's law. Avogadro's law states that, എല്ലാവരും നോക്കുക, Avogadro's law states that at constant pressure and temperature, പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുമ്പോൾ volume of a gas is directly proportional to number of moles. Volume of a gas is directly proportional to number of moles. എപ്പോ മക്കളെ? എപ്പോഴാണ്? when is it? when
pressure and temperature is constant. അതായത് volume will be directly proportional to number of moles. ഇങ്ങനെ ഒരു കണ്ടെയ്നർ എടുക്കുകയാണ്. ഓക്കെ, അതിലൊരു മൂവബിൾ പിസ്റ്റൺ വെച്ചു. എന്തുകൊണ്ടാണ് മൂവബിൾ പിസ്റ്റൺ വെക്കണത്? കാര്യം മൂവബിൾ പിസ്റ്റൺ വെച്ചില്ലെങ്കിൽ വോളിയത്തിന് മാറാൻ പറ്റില്ല. ഇമ്മൂവബിൾ പിസ്റ്റൺ ആണെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ്സ് എ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്. ഓക്കെ, ഇവിടെ ഒരു മൂവബിൾ പിസ്റ്റൺ വെച്ചു. പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആയി നിൽക്കെ ഞാൻ ഇതിലത്തെ നമ്പർ ഓഫ് മോൾസ് കൂട്ടുകയാണെന്ന് വിചാരിക്കുക. എങ്ങനെയോ ഞാൻ നമ്പർ ഓഫ് മോൾസ് ഇതിലേക്ക് കൂടുതൽ ഗ്യാസ് ഇഞ്ചക്ട് ചെയ്തു. എങ്ങനെയോ എന്തു പറ്റും? ഈ പിസ്റ്റൺ നേരെ പൊങ്ങും. വോള്യം ഇപ്പൊ ഞാൻ നമ്പർ ഓഫ് മോൾസ് ഡബിൾ ആണെന്ന് വിചാരിക്കുക. n ഡബിൾ ആണെങ്കിൽ വോള്യൂം ഡബിൾ ആവും. n ഹാഫ് ആക്കുകയാണെങ്കിൽ, കുറച്ച് മോളിക്യൂൾസ് എടുത്ത് കളയുകയാണെങ്കിൽ പിസ്റ്റൺ നേരെ താഴും. വോള്യൂം ഹാഫ് ആവും. At constant pressure and temperature. So basically മക്കളെ നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടും? വോളിയം is directly proportional to number of moles. എപ്പോ മക്കളെ? At constant pressure and temperature. At constant pressure and temperature, volume is directly proportional to number of moles. Or else we can write V is equal to K into N. Or else V by N is equal to K. V is volume of a gas, N is number of moles of the gas, and K is a constant. We can also write V1 by N1 is equal to V2 by N2. എപ്പോ? ഇതൊക്കെ ഒറ്റ സമയത്ത് നടക്കുള്ളൂ കേട്ടോ. ഇതൊക്കെ at constant pressure and temperature. Okay? So this is Avogadro's law. നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ കിട്ടും? വോള്യൂം നമ്പർ ഓഫ് മോൾസും തമ്മിലുള്ള ഗ്രാഫ്. It will be a straight line. എന്തുകൊണ്ടാണ്? We know that volume is equal to K into N. If you compare it with Y is equal to mx, we'll get a straight line. അല്ലേ? Y equal to mx is a straight line graph. അതേപോലെ V യും N ഉം straight line graph ആയിരിക്കും. So this is Avogadro's law. So Boyle's law, Charles' law, Galax Law, Avogadro's law. ഇനി ഇത് നാലും നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് അരയ്ക്കാം. നമുക്ക് വേറൊരു ഇമ്പോർട്ടന്റ് ഇക്വേഷൻ കിട്ടും. And that is called as ideal gas equation. എന്താണ് ideal gas equation പറയുന്നത്? നമുക്ക് നോക്കാം. Everyone look. Boyle's law, Charles' law and Avogadro's law can be combined in a single equation which is known as ideal gas equation. ഇവിടെ അവർ ഗേലുസാക്സ് ലോ മെൻഷൻ ചെയ്തിട്ടില്ല. ഗേലുസാക്സ് ലോവും കൂടി കമ്പൈൻ ചെയ്യാണെന്ന് വിചാരിക്കാം. ഓക്കെ, നോക്ക്, ഞാൻ സിമ്പിൾ ആയിട്ട് ഇത് പറഞ്ഞുതരാം. എല്ലാവരും നോക്കുക. You know that volume is directly proportional to number of moles. Volume is directly proportional to temperature. Volume is inversely proportional to pressure. Got it? Yes or no? അതായത് കണ്ടീഷൻസിലാണ് അത് മറക്കരുത്. You know that this happens at constant pressure and temperature. Pressure and temperature is equal to a constant. അല്ലേ? Yes or no? What about this? This happens at constant pressure and number of moles. അല്ലേ? And this happens at constant temperature. Okay, temperature and number of moles. ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് എഴുതാം volume is directly proportional to product of number of moles into temperature by pressure. See, volume is inversely proportional to pressure, volume is directly proportional to number of moles, volume is directly proportional to temperature. അപ്പൊ ഇതെല്ലാം കൂട്ടിയിട്ട് we can write volume is directly proportional to NT by P. ഇവിടെ നമ്മളൊരു കോൺസ്റ്റന്റിനെ കൊണ്ടുവരികയാണ്. V is equal to R into NT by P. We get this equation. V is equal to R into NT by P. Or else ആ P നെ നമ്മൾ അങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ we get the ideal gas equation. PV is equal to nRT. PV is equal to nRT. PV is equal to nRT. This is the ideal gas equation where R is known as a universal gas constant. R in the value is equal to 8.314 joules, Kelvin raised to -1, mole raised to -1. Or else R in any values under depends on what?
Depends on the units, my dear students. Depends on the units, my dear students. എല്ലാവരും നോക്കുക. R is equal to 8.314 joules, Kelvin raised to minus 1, mole raised to minus 1. Or else this can also be written as 0.0821 liter ATM, Kelvin raised to minus 1, mole raised to minus 1. Okay, my dear students? Okay, my dear students? ഒരു മിനിറ്റ് മക്കളെ. Okay, this is also equal to, this is approximately equal to 1 by 12. Okay, this is 1 by 12 liter raised to liter ATM, Kelvin raised to minus 1, mole raised to minus 1, mole raised to minus 1. Okay, my dear students? പിന്നെന്താണ്, this can also be, ഇനി വേറെ യൂണിറ്റ് വേണമെങ്കിൽ അതും തരാം. 1.98 calories, Kelvin raised to minus 1, mole raised to minus 1, which can approximately be written as 2 calories, Kelvin raised to minus 1, mole raised to minus 1. Got it? Okay. അപ്പൊ ഇത്രയും ഇതെല്ലാം നിങ്ങൾക്ക് കാൽക്കുലേഷനിൽ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് പ്രാക്ടീസിലൂടെ മനസ്സിലാവുള്ളൂ മക്കളെ. യു വിൽ അണ്ടർസ്റ്റാൻഡ് ഓൺലി ത്രൂ പ്രാക്ടീസ്. ബട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യൂണിറ്റ് നോക്കിയാൽ തന്നെ ഏതാണ്ട് മനസ്സിലാവും. 8.314 എപ്പോഴാണ് യൂസ് ചെയ്യണത്? 8.314 യൂസ് ചെയ്യണത് നിങ്ങൾക്ക് എനർജി വാല്യൂ SI യൂണിറ്റ്സിൽ കിട്ടും. ആസ് എൻ വാല്യൂസ് എല്ലാം SI യൂണിറ്റ്സിലാണെങ്കിൽ ജൂൾസ് ആണ് അവിടെ വരുന്നത്. ഗോട്ട് ഇറ്റ്. ഫോർ എക്സാമ്പിൾ പ്രഷർ പാസ്കലിൽ വരികയാണ്, പ്രഷർ പാസ്കലിൽ തരികയാണ്, വോള്യം വരുന്നത് മീറ്റർ ക്യൂബിലാണെങ്കിൽ then you should use 8.314 joules. അതല്ല പ്രഷറും വോള്യവും പ്രഷർ ATMലാണ്, വോള്യം ലിറ്ററിലാണ് പറഞ്ഞെങ്കിൽ 0.0821 യൂസ് ചെയ്യാം. അല്ലെങ്കിൽ 0.0821 എന്നുള്ളത് 1/12 ആണ് അപ്രോക്സിമേറ്റ്ലി. അപ്പൊ നിങ്ങളുടെ കാൽക്കുലേഷൻസ് ചിലപ്പോൾ ഈസി ആവും 1/12 യൂസ് ചെയ്യുകയാണെങ്കിൽ. സോ ദാറ്റ് ഓൾസോ ക്യാൻ ബി യൂസ്ഡ്. അല്ല ഇനിയിപ്പോ കാലറീസിലാണ് എനർജി, ഈ വാല്യൂസ് എല്ലാം കാലറീസിലാണ് കണ്ടുപിടിക്കണമെങ്കിൽ okay, you can use 1.98 calories, Kelvin raised to minus 1, mole raised to minus 1, which is approximately 2. അത് കാൽക്കുലേഷൻ എളുപ്പമാക്കാനാണ് മക്കളെ. Got it, my dear students? അപ്പൊ ആ വാല്യൂസ് നിങ്ങൾ മറക്കരുത്, നിങ്ങൾ ഒരിക്കലും മറക്കരുത്. കാരണം ഇത് 11th മാത്രമല്ല 12th ഉപയോഗപ്പെടും. Got it, my dear students? മനസ്സിലായോ? ഫൈൻ. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ബാക്കിയുള്ള കളികൾ കളിക്കാൻ പോകുന്നത്. നിങ്ങൾ വിചാരിക്കും സാർ എന്താണ് സാർ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ സസ്പെൻസ്, ഞാൻ ഇന്നലെ പറഞ്ഞ സസ്പെൻസുകളില്ലേ, ഗ്രാഫിലുള്ള സസ്പെൻസ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാന്ന്. എല്ലാവരും നോക്കുക മക്കളെ. നമ്മളിനി ചെയ്യാൻ പോകുന്നത് എവ്രി വൺ ലുക്ക് ഓവർ ഹിയർ. നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഗെയിം ഓഫ് ഗ്രാഫ്സ്. ഓക്കെ, ഗെയിം ഓഫ് ഗ്രാഫ്സ്. നമ്മൾ ഇന്നലെ കണ്ട കുറച്ച് ഗ്രാഫ്സിന്റെ എക്സ്പ്ലനേഷൻസ് നമ്മൾ ഇന്ന് ഇവിടെ തരും. ഓക്കെ, നമ്മൾ ഇന്നലെ കണ്ട ചെറിയ കുറച്ച് ഗ്രാഫ്സിന്റെ എക്സ്പ്ലനേഷൻസ് നമ്മൾ ഇന്ന് ഇവിടെ തരാൻ പോവാണ്. എല്ലാവരും നോക്കുക മക്കളെ, ഐ എം ഗോയിങ് ടു എക്സ്പ്ലെയിൻ ദാറ്റ്. വളരെ രസകരമാണ് മക്കളെ, എല്ലാവരും നോക്കുക. So എല്ലാവരും നോക്കുക. The first one is basically Boyle's law. എല്ലാവരും നോക്കുക മക്കളെ. Boyle's law എന്ത് പറയുന്നു? Boyle's law സുഖമായിട്ടിരിക്കണു സാറേ. Boyle's law എന്ത് പറയുന്നു മക്കളെ? PV is equal to constant. എപ്പോഴാണ്? When is PV is equal to a constant? At constant temperature and number of moles. അല്ലേ? പക്ഷെ നമുക്കറിയാം PV is equal to nRT. അല്ലേ? അല്ലേ? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വെച്ചിട്ട് നമുക്കറിയാം PV equal to nRT. അപ്പൊ ഈ K എന്താണ്? This K over here is nothing but nRT.
ഇവിടെ ഈ ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോൾസും നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പി വി കോൺസ്റ്റന്റ് ആവും അല്ലേ? അതുകൊണ്ടാണ് ഈ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോൾസ് പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ബിക്കോസ് അൾട്ടിമേറ്റ്ലി ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുമ്പോൾ പി വി കോൺസ്റ്റന്റ് ആവും. ദാറ്റ് മീൻസ് K is equal to nRT. Got it, my dear students? Yes or no, my dear students? മനസ്സിലായോ? ഇനി നമ്മൾ ഗ്രാഫിലേക്ക് വെക്കുമ്പോൾ ഇനി ഇത് തന്നെ നമ്മൾ ഗ്രാഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വയ്ക്കാം. ഇനി ഇത് തന്നെ നമുക്ക് ഗ്രാഫിൽ നോക്കുകയാണ്. എല്ലാവരും നോക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞ സസ്പെൻസ് ഞാനിവിടെ പൊളിക്കാൻ പോവാണ്. നമ്മൾ സപ്പോസ് പ്രഷറും വോള്യൂം ഡിഫറെന്റ് ടെമ്പറേച്ചറിൽ പ്ലോട്ട് ചെയ്തു. ലെറ്റ്സ് സേ ദിസ് ഇസ് ടെമ്പറേച്ചർ T1, ലെറ്റ്സ് സേ ദിസ് ഇസ് ടെമ്പറേച്ചർ T2, ലെറ്റ്സ് സേ ദിസ് ഇസ് ടെമ്പറേച്ചർ T3. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. And they are asking you to find out the relationship between T1, T2, T3. ഏതാണ് കൂടുതൽ ഏതാണ് കുറവ്, അല്ലെങ്കിൽ arrange them in increasing order or decreasing order. ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ how do you do it? എങ്ങനെ ചെയ്യാം മക്കളെ? Let's look at it, my dear students. എല്ലാവരും നോക്കൂ. വളരെ സിമ്പിൾ ആയിട്ട് ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ ഞാൻ തരാം. നമ്മളിപ്പോ ഇവിടെ ഒരു പോയിന്റ് വരച്ചു, ഇവിടെ ഒരു പോയിന്റ് എടുത്തു, എന്നിട്ട് നേരെ മേപ്പോട്ട് ഇവിടെ ഒരു പോയിന്റ് എടുത്തിട്ട് നേരെ മേപ്പോട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണ്. അതായത് വേർട്ടിക്കലി ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, വേർട്ടിക്കലി ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് ദിസ് ലൈൻ ടച്ചസ് T1ന്റെ ഗ്രാഫ് ഇവിടെ വെച്ചിട്ട്, T2യുടെ ഗ്രാഫ് ഇവിടെ വെച്ചിട്ട്, T3യുടെ ഗ്രാഫ് ഇവിടെ വെച്ചിട്ട്. അപ്പൊ മേലോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രഷർ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ലൈൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വോള്യത്തിന്റെ ലൈനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാവും ഒരു കോൺസ്റ്റന്റ് വോള്യത്തില് നമ്മൾ ഈ ലൈൻ മേളിലേക്ക് വരയ്ക്കുകയാണ്. വോള്യം ഇസ് കെപ്റ്റ് കോൺസ്റ്റന്റ് ഇൻ ഓൾ ദീസ് പോയിന്റ്സ്. ഒരു വെർട്ടിക്കൽ ലൈനിൽ എടുക്കുകയാണെങ്കിൽ വോള്യം ഇസ് കെപ്റ്റ് കോൺസ്റ്റന്റ്. ആൻഡ് വി നോ ദാറ്റ് വെൻ വോള്യം ഇസ് കോൺസ്റ്റന്റ് pressure is directly proportional to temperature. ഏത് ലോ ആണ് മക്കളെ? ഗേലുസാക്സ് ലോ. അതായത് നമ്മൾ എവിടെ ലൈൻ മേളിലോട്ട് വരച്ചാലും, എവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ മേളിലോട്ട് വരച്ചാലും നമുക്ക് മനസ്സിലാവും ഇറ്റ്സ് എ കോൺസ്റ്റന്റ് വോള്യം ലൈൻ. നമുക്കറിയാം മേളിലോട്ട് പോകുമ്പോൾ പ്രഷർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ടെമ്പറേച്ചറും സ്വാഭാവികമായിട്ട് കൂടണം. അതായത് T1 is lesser than T2 is lesser than T3. Got it? സിമ്പിൾ ലോജിക്. ഇപ്പൊ നമുക്ക് എല്ലാ ലോസും അറിയണമുണ്ട്, നമുക്ക് ഈ കാര്യങ്ങൾ വളരെ വ്യക്തത ഉണ്ടാവും. There is a sense to all this. അതുകൊണ്ടാണ് ഞാനിത് അന്നേരം എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ഫൈൻ, ഞാനൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ വെർട്ടിക്കൽ ലൈനിന്റെ അർത്ഥം എന്താണ്? ഇറ്റ്സ് എ കോൺസ്റ്റന്റ് വോള്യൂം. ആൻഡ് യു നോ ദാറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോള്യൂം pressure is directly proportional to temperature. And you know that മേപ്പോട്ട് പോകുമ്പോൾ പ്രഷർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ടെമ്പറേച്ചർ കൂടണം. അപ്പൊ ഈ പോയിന്റ്സ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ് വെർട്ടിക്കൽ ലൈനിൽ. ഇവിടെ T1, T2 അതിനും മേളിലായിരിക്കും, T3 അതിനും മേളിലായിരിക്കും. Got it? അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുക. ഇനി ഇത് തന്നെ നമുക്ക് നേരെ ചാൾസ് ലോയിലേക്ക് പോവാം. ചാൾസ് ലോയിലേക്ക് പോവാം. ലെറ്റ്സ് സീ, ചെറിയ ഗെയിംസ് കളിക്കാം മക്കളെ. ഗ്രാഫ് വെച്ചിട്ട് ചാൾസ് ലോയിലെ ചെറിയ ഗെയിംസ്. നമുക്കറിയാം വോള്യൂം ഇസ് ഈക്വൽ ടു KT. എപ്പോ? അറ്റ് കോൺസ്റ്റന്റ് pressure and number of moles. Yes or no, my dear students? അപ്പൊ നമുക്ക് വേറൊരു കാര്യം അറിയാം, PV is equal to nRT. എപ്പോ? ഐഡിയൽ ഗ്യാസ് ലോ വെച്ചിട്ട് അല്ലേ മക്കളെ? സോ വാട്ട് ഇസ് വോള്യൂം? വോള്യൂം ഇസ് ഈക്വൽ ടു NR by P into T. സോ ബേസിക്കലി ഈ ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോൾ, ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോൾ മക്കളെ, എന്ത് കിട്ടുന്നു? We get that
we get that the k is equal to nr by p. K is equal to nr by p. അതായത് ആ കോൺസ്റ്റന്റ് വാല്യൂ nr by p ആണ്. ഇനി ഇത് വെച്ചിട്ട് ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. മക്കളെ, ഇത് വെച്ചിട്ട് ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് നമ്മൾ വോള്യൂം ടെമ്പറേച്ചറും പ്ലോട്ട് ചെയ്തു, വോള്യൂം ടെമ്പറേച്ചറും കെൽവിനും പ്ലോട്ട് ചെയ്തു. വി ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ ലൈക്ക് ദിസ്. ഇത് ഡിഫറെന്റ് പ്രഷറിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, let's say this is pressure P1, this is pressure P2, this is pressure P3. And they are asking you the relationship. P1 ഉം P2 ഉം P3 ഉം തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് ചേട്ടാ, എന്താണ് ചേച്ചി, എന്തായിരിക്കും? നമ്മൾ നോക്കുക, k is equal to nr by p. ഇവിടെ k എന്താണ്? ഇവിടെ k is nothing but the slope of the graph. ഇവിടെ k is nothing but the slope of the graph. അല്ലേ? ഇവിടെ നോക്കൂ മക്കളെ, this is compared to y equal to mx. അതായത് വോള്യൂം ടെമ്പറേച്ചറും പ്ലോട്ട് ചെയ്യുമ്പോൾ the slope m is nothing but k. Slope is equal to nr by p. We know that k is inversely proportional to pressure. അതായത് slope is inversely proportional to pressure. അതെ അല്ലേ? അപ്പൊ നമ്മൾ വോള്യൂം ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ the one with the greatest slope will have the smallest pressure. അതായത് ഇവിടെ നമുക്കറിയാം ഈ ഗ്രാഫിനായിരിക്കും ഏറ്റവും കൂടുതൽ സ്ലോപ്പ് ഉള്ളത്, ഈ ഗ്രാഫ് രണ്ടാമത് വരും, ഈ ഗ്രാഫിനായിരിക്കും ഏറ്റവും ചെറിയ സ്ലോപ്പ് ഉള്ളത്. സോ ഒബ്വിയസ്ലി slope is inversely proportional to pressure. അപ്പോൾ we can say that P3 is lesser than P2 is lesser than P1. Done. Got it? ഫൈൻ. ഇത് തന്നെ വേറെ രീതിയിൽ നിങ്ങൾക്ക് കാണാം. അതായത് നമ്മൾ ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുകയാണ് മേപ്പോട്ട്. ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുമ്പോൾ ഈ വെർട്ടിക്കൽ ലൈനിലെ എല്ലാ പോയിന്റ്സിന്റെയും ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. ആൻഡ് വി നോ ദാറ്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോള്യൂം. അപ്പൊ ഈ ലൈൻ മേപ്പോട്ട് പോകുമ്പോൾ വോള്യൂം കൂടുകയാണ്, പ്രഷർ കുറയും. എന്തുകൊണ്ടാ കാര്യം? ഈ ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ലൈനാണ്. നമ്മളത് എങ്ങനെ എവിടെ വെർട്ടിക്കൽ ലൈൻ വരച്ചാലും മേപ്പോട്ട് പോകുമ്പോൾ വോള്യൂം കൂടുകയാണ്. ഈ മേപ്പോട്ട് പോണ ലൈനിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അതായത് ഈ പ്രോസസ്സിൽ ഇറ്റ്സ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസസ്സിൽ വോള്യൂം കൂട്ടുമ്പോൾ പ്രഷർ കുറഞ്ഞാണ് വരുന്നത്. അപ്പൊ ഈ പ്രഷർ വിൽ ബി ഗ്രേറ്റർ ദാൻ ഈ പ്രഷർ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയും എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ സ്ലോപ്പ് വെച്ചിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. സ്ലോപ്പ് വെച്ചിട്ട് കുറച്ചും കൂടി നിങ്ങൾക്ക് വ്യക്തത കൂടുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ഫൈൻ, ഗോട്ട് ഇറ്റ്. സോ P3 lesser than P2 lesser than P1. ഇനി ഇത് തന്നെ നമുക്ക് നേരെ നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് വൺ. വാട്ട് ഇസ് ഇറ്റ്? Gay-Lussac's law. Gay-Lussac's law എന്ന് പറയുന്നു മക്കളെ. Gay-Lussac's law സുഖമായിട്ടിരിക്കുന്നു സാറ്. Gay-Lussac's law says that pressure is directly proportional to temperature at constant volume and number of moles. അതായത് P is equal to KT. And we know that PV is equal to nRT മക്കളെ. So what is P? P is equal to nR by V into T. അതിനർത്ഥം the slope K is equal to nR by V. ഏത് സ്ലോപ്പ് സാർ? എവിടത്തെ സ്ലോപ്പിനെ കുറിച്ചാണ് പറയുന്നത്? We are talking about the slope of the graph between pressure and temperature. നമ്മൾ pressure and temperature തമ്മിലുള്ള ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ we know that we get a straight line. Got it? Yes or no? So suppose we are plotting it for different volumes. ഇത് V3, ഇത് V2, ഇത് V1. And if they are asking you the question, find the relationship between V1, V2 and V3. നമുക്ക് നോക്കാം. Slope is equal to nR by V. കാര്യം ഈ P equal to KT resembles Y equal to mx. Slope m എന്താണ് മക്കളെ? Slope m K ആണ്. And K is equal to nR by V. That means K is inversely proportional to volume. Got it? അപ്പോൾ വോള്യൂം കൂടുമ്പോൾ സ്ലോപ്പ് കുറയും.
സ്ലോപ്പ് കൂടുമ്പോൾ വോളിയം കുറയും. നമുക്കറിയാം ഈ സ്ലോപ്പ് ആണ് ഏറ്റവും കൂടുതൽ, പിന്നെ വരുന്നത് ഈ സ്ലോപ്പ്, പിന്നെ വരുന്നത് ഈ സ്ലോപ്പ്. സോ വി ക്യാൻ സേ ദാറ്റ് V3 lesser than V2 lesser than V1. That is a relationship. Got it, my dear students? കണ്ട, ഇപ്പൊ ഐഡിയൽ ഗ്യാസ് ലോ വന്നപ്പോൾ എവറിത്തിങ് ഇസ് മേക്കിംഗ് സെൻസ്. ഞാൻ ഇന്നലെ പറഞ്ഞ സസ്പെൻസുകളെല്ലാം ഇവിടെ തുറന്നു. ദ പാൻഡോറാസ് ബോക്സ് ഇസ് ഓപ്പൺ. അല്ലേ? കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. അല്ല മക്കളെ? അല്ല മക്കളെ? യെസ് or no? Got it? So that is what ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ സസ്പെൻസ്. ഇതൊക്കെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞ സസ്പെൻസ്. Got it? Yes or no? ഇനി നമുക്ക് ഇത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവോഗാഡ്രോസ് ലോയിലും ഉപയോഗിക്കാം. അവോഗാഡ്രോസ് ലോയിലും ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം മക്കളെ. നമുക്കറിയാം V is equal to Kn അല്ലെ? വോളിയം is equal to a constant into number of moles. ആ കോൺസ്റ്റന്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. സോ ബേസിക്കലി Avogadro's law, എല്ലാവരും നോക്കൂ. Avogadro's law, volume is directly proportional to number of moles. That is V is equal to Kn. ആ K എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ ഇടുക. നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചിട്ട് ഇടുക. ഇതേപോലെ തന്നെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉപയോഗിക്കുക, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉപയോഗിക്കുക, എന്നിട്ട് കണ്ടുപിടിക്കുക. And please do comment that in the chat box. Please do comment that in the chat box. Okay, my dear students? Okay, my dear students? Cool. അപ്പൊ മക്കളെ, നമുക്ക് അടുത്ത പായസത്തിലേക്ക് കിടക്കാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. കുറച്ചും കൂടി വ്യത്യാസമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. An open vessel at 27 degrees Celsius is heated until 2/5 of the air assumed as an ideal gas in it has escaped from the vessel. Okay? Assumed as an ideal gas ന്റെ അർത്ഥം എന്താണ് മക്കളെ? Assumed as an ideal gas ന്റെ അർത്ഥം എന്താണ്? Assumed as an ideal gas ന്റെ അർത്ഥം എന്താണ് മക്കളെ? Assumed as an ideal gas ന്റെ അർത്ഥം എല്ലാവരും നോക്കുക. Assumed as an ideal gas ന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ it obeys ideal gas equation. It obeys ideal gas equation. It obeys ideal gas equation. അപ്പൊ നിങ്ങൾ വിചാരിക്കും സാർ അപ്പൊ എല്ലാ ഗ്യാസസും ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ആവണമെന്നില്ല. ഇല്ല. We'll be studying about that later. Real gases എന്ന് പറഞ്ഞൊരു ടോപ്പിക് വരും. അപ്പൊ നമുക്ക് നോക്കാം. Now, assuming that the volume of the vessel remains constant, the temperature at which the vessel has been heated. ഹീറ്റ് ചെയ്ത ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് നോക്കാം, ഇങ്ങനെ ഒരു ഓപ്പൺ കണ്ടെയ്നർ വെക്കുമ്പോൾ, ഇങ്ങനെ ഒരു ഓപ്പൺ കണ്ടെയ്നർ വെക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് ഗ്യാസും ഇട്ടു. എത്ര? ലെറ്റ്സ് സേ ദാറ്റ് ദ ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് ഇസ് N1. ഓക്കെ, ഇനീഷ്യൽ പ്രഷർ എത്രയാണ്? ഇനീഷ്യൽ പ്രഷർ P80m ആയിരിക്കും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. കാര്യം വേറൊന്നും പറഞ്ഞിട്ടില്ല. അറ്റ്മോസ്ഫിയർ കൊടുക്കുന്ന പ്രഷർ തന്നെയായിരിക്കും ഈ കണ്ടെയ്നറിലുള്ള പ്രഷർ. ഇറ്റ്സ് എൻ ഓപ്പൺ കണ്ടെയ്നർ, റൈറ്റ്? വോളിയം നമുക്ക് V ആയിട്ട് വെക്കാം. Now I am heating it. Okay, temperature എത്രയാണ്? Temperature is 27 degrees Celsius. അതായത് T1 is equal to 300 Kelvin. Okay, ഇനി നമ്മൾ ഹീറ്റ് ചെയ്തു. ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ്? ഇതിൽ നിന്ന് കുറച്ച് കുറുമ്പന്മാര് പുറത്തോട്ട് പോവും. ദാറ്റ് ഈസ് 2/5 ഓഫ് ദിസ് N1 is going out. 2/5 ഓഫ് ദി എമൗണ്ട് is going out. അപ്പൊ എത്ര ബാക്കിയുണ്ട് മക്കളെ? കണ്ടെയ്നറിൽ? What is remaining in the container? What is remaining in the container is 3/5 of N1. 2/5 പോയി കഴിഞ്ഞാൽ 3/5 N1 ആണ് ബാക്കി. യെസ് എന്നോ? പ്രഷർ എത്രയായിരിക്കും? പ്രഷറിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. കാരണം P80m will be the pressure. അറ്റ്മോസ്ഫിയറിക് പ്രഷറില്ല മക്കളെ, പ്രഷർ മാറുന്നില്ല. വോളിയം എത്രയായിരിക്കും മക്കളെ? വോളിയം എത്രയായിരിക്കും? The volume will be still V itself. കാര്യം ഈ 3/5 N1 will again occupy this entire volume. വോള്യത്തിനൊരു മാറ്റവും ഉണ്ടാവില്ല. പ്രഷറിനൊരു മാറ്റവും ഉണ്ടാവില്ല. പിന്നെ എന്താണ് മാറുന്നത്? ടെമ്പറേച്ചർ T2 ആവും. ഈ T2 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പ്രഷർ മാറുന്നില്ല, വോള്യം മാറുന്നില്ല. അപ്പൊ നമുക്ക് നോക്കാം. We know that PV is equal to nRT. If PV is a constant, we can say that nRT is equal to a constant. nRT is equal to a constant K. So we can say that N into T is equal to K by R, which is again another constant. Or we can say that N1 T1 is equal to N2 T2.
കെ എന്ന് ഉദ്ദേശിക്കുന്നത് പി വി ആണ്. കാര്യം പി വി പ്രഷറും വോളിയം കോൺസ്റ്റന്റ് ആണ്. പ്രഷറും വോളിയം കോൺസ്റ്റന്റ് ആയാൽ ആറിനെ അപ്പുറത്തോട്ട് എടുക്കാം. പി വി ഞാൻ കെ എന്ന് ഇടുന്നു. പി വി ഇസ് കെ. So nt is equal to k by r. K by r is again another constant. So n into t is a constant. When pressure and volume is constant, n into t is a constant. That means n1 v1 equal to n2 t2. n1 v1 equal to n2 t2. n1 എത്രയാ? നമ്മൾ n1 ആയിട്ട് വെക്കുന്നു. t1 എത്രയാ? 300. Okay, n2 എത്രയാ? 3 by 5 n1. Okay, t2 എത്രയാ? അതാണ് കണ്ടുപിടിക്കേണ്ടത്. n1 cancel ആയി പോകും. t2 is equal to 500 എന്ന് കിട്ടും. t2 is equal to 500 എന്ന് കിട്ടും. That's it, my dear students. Got it? Is that clear, my dear champions? അപ്പോൾ ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. So 500 is the answer. Got it? ഇതൊരു സെപ്പറേറ്റ് ലോ അല്ല. ഇത് ഈ ക്വസ്റ്റ്യന് വേണ്ടി നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്താൽ വെറൈറ്റി നമുക്ക് മനസ്സിലാവാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The volume occupied by 1.8 grams of water vapor at 374 degrees Celsius and 1 bar pressure will be R 0.083. NEET 2019 ക്വസ്റ്റ്യൻ ആണ്. എന്തോ വലിയ സംഭവം എന്നാണ് പറയണത്. പക്ഷെ ഒരു കാര്യം പറയാം മക്കളെ, ഒട്ടും വലിയ സംഭവമല്ല. ഇത് നേരെ നിങ്ങൾക്ക് ചാമ്പാൻ പറ്റും. We know that PV is equal to nRT. പ്രഷർ എത്രയാ? 1 bar. അത് മാറ്റണോ സാറേ? യൂണിറ്റ് മാറ്റണോ? വേണ്ട. കാര്യം ആറിന്റെ യൂണിറ്റും 0.083 ബാർ എന്നാണ് വെച്ചേക്കണത്. അപ്പൊ അത് 1 എന്ന് തന്നെ ഇടാം. ഓക്കെ, വോളിയം ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. n എത്രയാണ്? നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുള്ള. അയ്യോ സാറേ, നമ്പർ ഓഫ് മോൾസ് തന്നിട്ടില്ലെങ്കിൽ എന്താണ് മക്കളെ? വെയിറ്റ് തന്നിട്ടുണ്ട്. യു നോ ദാറ്റ് നമ്പർ ഓഫ് മോൾസ് ഇസ് നത്തിങ് ബട്ട് വെയിറ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ വെയിറ്റ് ഇൻടു ആർ ഇൻടു ടി. വെയിറ്റ് എത്രയാണ്? 1.8 ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഇസ് 18. ആർ എത്രയാ? 0.083. ടെമ്പറേച്ചർ 374 ഡിഗ്രി സെൽഷ്യസ് എന്ന് എടുത്താൽ മൂക്കിടിച്ച് ഞാൻ വരുത്തും. ഇറ്റ് ഇസ് നോട്ട് 374 ഡിഗ്രി സെൽഷ്യസ്, ഇസ് 374 പ്ലസ് 273 കെൽവിൻ ആയിട്ട് മാറ്റുക. സോ ദാറ്റ്സ് ഈക്വൽ ടു 14 4 6 647 വരും. 647 വരും. Got it? So this volume is equal to this value over here, and that value is nothing but എത്രയായിരിക്കും? 1.8 ഡിവൈഡഡ് ബൈ 18 into 0.083. മനക്കണക്ക് ചെയ്യുമ്പോൾ ബി ക്ലോസ് ടു 53 by 5.37 എന്ന് കിട്ടും മക്കളെ. 5.37 ആയിരിക്കും ആൻസർ. 5.37 ആയിരിക്കും ആൻസർ. ഓക്കെ, കാൽക്കുലേഷൻ എന്തായാലും നിങ്ങൾ തന്നെ ചെയ്താൽ മതി. മൾട്ടിപ്ലിക്കേഷൻ ആണ്. പക്ഷെ തിയറി ഈസ് വെരി സിമ്പിൾ. സോ ദാറ്റ് ഈസ് അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. 2019 നീറ്റിലെയാണ്, അധികം പഴയതൊന്നും അല്ല. സോ ഇഫ് യു നോ ദ കോൺസെപ്റ്റ് 4 മാർക്ക് ടക്കേന്ന് കിട്ടും. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, സോ ദാറ്റ് ബ്രിങ്സ് us to the end of today's class. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മക്കളെ. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൈ പൊക്കിയിട്ട് കാര്യമില്ല, കമന്റ് ചെയ്യുക. കമന്റ് ഇൻ ദ പാനൽ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും ഞങ്ങൾ അഡ്രസ് ചെയ്യും. പിന്നെ പറയാനുള്ളത് ദയവ് ചെയ്ത് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ബിക്കോസ് എനി അപ്ഡേറ്റ്സ് അബൌട്ട് ദ ചാനൽ വിൽ കം ഇൻ ദ ടെലിഗ്രാം. ആസ് ഇൻ ഈ ചാനലിനെ കുറിച്ച് എന്ത് അപ്ഡേറ്റ് വന്നാലും അത് നമുക്ക് ടെലിഗ്രാം ചാനലിലൂടെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ജോയിൻ ദിസ്. ഓക്കെ ഫൈൻ. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രിപ്പറേഷനെ കുറിച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ് ഇൻ ദ കമന്റ് ബോക്സ്. ഓക്കെ, പിന്നെ ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക. നമ്മളൊരു ഫാമിലിയാണ്. വി നീഡ് ടു ഗ്രോ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ മൈ ഡിയർ സ്റ്റുഡൻസ്. ഐ വിൽ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ ബൈ.